ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന അരുൺ സോളമനും ആദിൽ പാലോടും നമുക്കൊപ്പം പെരുങ്കടവിളയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. അരുൺ സോളമനിലേക്കാണ് ആദ്യം. അരുൺ സോളമൻ, ഡോക്ടറുടെ കുറിപ്പടിയോടെയാണല്ലോ അരിഷ്ടമൊക്കെ സേവിക്കേണ്ടത്. ഇവിടെ മൃഷ്ടാന്നം സേവിക്കാമെന്നാണ്. സുജയ, ഗുഡ് മോർണിംഗ്. പ്രധാനമായിട്ടും അരിഷ്ടമെന്ന് പറഞ്ഞത് ഇപ്പോൾ എല്ലാ ഔഷധി പോലുള്ള ആയുർവേദ സ്ഥാപനങ്ങളിലൊക്കെ വിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. അതിന് പ്രധാനമായും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമാണെന്നിരിക്കെയാണ് ഇത്തരത്തിൽ പെരുങ്കടവിള ഈ പ്രവർത്തിക്കുന്ന ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ അനധികൃതമായിട്ട് അരിഷ്ടം വിൽക്കുന്നത്. പ്രധാനമായിട്ടും കോവിഡ് കാലത്തിന് ശേഷമാണ് നാട്ടുകാർ പ്രധാനമായും ഇത്തരത്തിലൊരു കാര്യം തന്നെ ഇവിടെ അറിയുന്നത്. ധാരാളം ലക്ഷങ്ങൾ കൊയ്തെടുക്കുന്ന ഈ ബിസിനസ്സിൽ പ്രധാനമായിട്ടും ഇയാൾ ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും 40-60 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ബെപ്കോയുടെ ഒരു അസാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നെയ്യാറ്റിങ്കര മാരായമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബെപ്കോ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു മർഡർ നടന്നു, ഒരു കൊലപാതകം നടന്നതിന് ശേഷം ആ ബെപ്കോ അടച്ചുപൂട്ടുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർക്ക് പ്രധാനമായും മദ്യത്തെ ആശ്രയിക്കാമെങ്കിൽ തൊട്ടടുത്തുള്ള അതിർത്തി പ്രദേശമായിട്ടുള്ള കന്നുമാമൂടിലോ അല്ല എങ്കിൽ നെയ്യാറ്റിങ്കരയിലേക്കോ വരേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായും പെരുങ്കടവിള ഈ സ്ഥലത്ത് ഇത്തരത്തിൽ അനധികൃതമായി കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ അരിഷ്ടം വിൽക്കുന്നത്. ഇതിൽ പ്രധാനമായി നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശോധനയ്ക്ക് അയച്ചപ്പോൾ 10.57% ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള അരിഷ്ടമാണ് ഇവിടെ വിൽക്കുന്നത്. ഇവിടെ ഈ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആളുകൾ വരുന്നു, കൃത്യമായി രാവിലെയും വൈകുന്നേരവും കൃത്യമായി എത്തുന്നു. പണി കഴിഞ്ഞെത്തുന്ന സാധാരണക്കാരാണ് ഇവിടെ എത്തുന്നത്. അവർ വന്ന് സാധാരണ ബെപ്കോയുടെ പുറത്തു നിന്ന് കുടിക്കുന്ന അതേ മാതിരി തന്നെയാണ് നിന്ന് ഒറ്റ വലിപ്പിന്, നമ്മൾ സാധാരണ രീതിയിൽ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിൽപ്പനടി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഒരു ബെപ്കോയുടെ കൃത്യമായി ഇത്ര ഔൺസ് വീതം എന്ന് അളന്ന് കുടിക്കേണ്ട അരിഷ്ടമാണോ ഇവരിങ്ങനെ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്നത്? ഇപ്പോൾ അരുൺ തന്നെ പറഞ്ഞതുപോലെ പിപ്പല്യാസവം, അതാണ് നമ്മൾ പരിശോധനയ്ക്ക് അയച്ച അരിഷ്ടങ്ങളിൽ ഒന്ന്. അതിൽ ഈ ബിയറിനേക്കാൾ കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ചികിത്സാലയത്തിന്റെ ഒരു മറവില്ലാതെ ഇത് വിൽക്കാൻ കഴിയില്ലല്ലോ. അതായത് കുറിപ്പടി വേണമല്ലോ. കുറിപ്പടി ഇല്ലാതെ ആർക്കും വാങ്ങാമോ? അരുൺ സോളമൻ, ഇപ്പോൾ എക്സൈസിന്റെ ജീപ്പൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വാർത്ത പുറത്ത് വിട്ടിട്ടേ ഉള്ളൂ. 450 മില്ലിലിറ്റർ അരിഷ്ടത്തിൽ ആദിൽ പാലോട് നമുക്ക് പോകണ്ട. ആദിൽ പാലോട്, നെയ്യാറ്റിൻകരയിലെ അനധികൃത അരിഷ്ട വിൽപ്പന ബിയറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എക്സൈസ് സംഘം ആ ഭാഗത്തുണ്ടെങ്കിൽ അവർക്കിത് പരിശോധിക്കാവുന്നതല്ലേ ഉള്ളൂ. അവരുടെ ജീപ്പാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നതെന്ന് തോന്നുന്നു. അതെ, അവരല്പം ഇപ്പോൾ തന്നെ അതിനുള്ളിലേക്ക് ഈ സ്ഥാപനം നമുക്ക് കാണാം. ആ സ്ഥാപനത്തിൻ്റെ പേര് കാണിക്കാം, ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയം. അവിടെ എക്സൈസ് ഉദ്യോഗസ്ഥരെത്തിയിരിക്കുകയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി ഈ സ്ഥാപനത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ്. ഈ റിപ്പോർട്ടർ TV എക്സൈസിനെയും വിവരം അറിയിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സാധാരണ നേരത്തെ അരുൺ പറഞ്ഞ പോലെ ഡ്രൈ ഡേ ഒക്കെ ഉണ്ട്. ഡ്രൈ ഡേക്ക് പോലും മദ്യം കഴിക്കാവുന്നൊരു സൗകര്യമാണ്, മദ്യം പോലെ ആ രൂപത്തിൽ ലഹരി നുണയാമെന്ന സൗകര്യമാണ് ഈ ചികിത്സാലയം എന്ന പേരിലുള്ള സ്ഥാപനത്തിലുള്ളത്. അവിടെ എക്സൈസ് ഉദ്യോഗസ്ഥരെത്തിയിരിക്കുകയാണ്. അവർ ആ പരിശോധനകളിലേക്ക് കടക്കുകയാണ്. സുജിയ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.